ഇന്ന് ഇവിടെ ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ്. അതിൽ ഇതെന്താണെന്ന് വെച്ചാൽ കടച്ചക്കയും മുട്ടയും കൂടി ചേർത്ത ഒരു തോരനാണ്. ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഭാവിയിലും അതേപോലെ സപ്പോർട്ട് തരണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ്. അപ്പോൾ നമ്മൾക്ക് കടച്ചക്ക തോരൻ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണം നോക്കാം. ഇത് ഒരു കഷ്ണം കടച്ചക്ക കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരുംജീരകം, പിന്നെ കുറച്ച് വെള്ളുള്ളി, കുറച്ച് സാധാരണ ജീരകം, പിന്നെ ഞാനിവിടെ 3/4 കപ്പ് തേങ്ങയും 2 പച്ചമുളകും കുറച്ച് കുരുമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയാണ്. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള, പിന്നെ 2 ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കടച്ചക്ക നന്നായിട്ട് മുറിച്ചെടുത്തിട്ട് തോരൻ വയ്ക്കാം. പിന്നെ നമ്മൾ കുറച്ച് കടുകും 2 ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്. വറവിന് വേണ്ടിയിട്ടാണ്. എണ്ണ നമ്മൾക്ക് പാചകം ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. നമ്മൾക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇത് നമുക്ക് പകുതിയാക്കി മുറിക്കാം. ഇതാണിൽ ഇതേ വലുപ്പത്തിൽ ഇത്ര കനം കുറച്ചിട്ടാണ് ഇത് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് എല്ലാം ഇതേപോലെ മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾക്ക് കടച്ചക്ക തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കടുക് ചേർക്കാം. ഇനി നമ്മൾക്കിതിലേക്ക് മുളക് ചേർക്കാം. സവാള ചേർത്തു. ഈ കടച്ചക്ക നമ്മൾക്ക് നാട്ടിലൊക്കെ സാധാരണയായിട്ട് കിട്ടുന്ന നല്ലൊരു പച്ചക്കറിയാണ്. നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള നല്ലൊരു പച്ചക്കറിയാണിത്. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, കുരുമുളക്, വെള്ളുള്ളി, പെരുംജീരകം, ജീരകം, മുളക് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി. ഇനി നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്ക അതിലേക്ക് ചേർക്കാം. ഇത് നല്ല കൂടുതലായിട്ട് ഫൈബർ അടങ്ങിയിരിക്കുന്ന ഒരു പച്ചക്കറിയാണ്. പിന്നെ അതുകൊണ്ട് കൊളസ്ട്രോളിന്, പിന്നെ ഷുഗറിന്, ഹൃദയത്തിനൊക്കെ നല്ലതാണ് ഈ പച്ചക്കറി. പിന്നെ BP കുറയ്ക്കാനും നല്ലതാണ്. എല്ലാം കൂടെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം. പിന്നെ സന്ധിവേദനയ്ക്കും നല്ലൊരു പച്ചക്കറിയാണ് കേട്ടോ. അതേപോലെ നല്ല ടേസ്റ്റുമാണ്, ദഹനത്തിന് നല്ലതാണ്. എല്ലാം കൂടെ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് എളുപ്പത്തിൽ വേവും. ഇത് കൂടുതൽ വെള്ളം ഒഴിച്ച് കളയരുത്. പെട്ടെന്ന് വേവുന്നൊരു പച്ചക്കറിയാണിത്. ഇനി നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞിട്ട് ഒന്ന് മൂടി വയ്ക്കാം. കുറച്ച് വെള്ളം കുടഞ്ഞ് ചേർത്ത് വേവിക്കണം. നമ്മൾക്ക് മൂടി വെച്ച് വേവിക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾക്കിത് വെന്തോന്ന് നോക്കാം. ഒന്നുകൂടെ വേവണം. കുറച്ചുകൂടെ വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കാം.
ഇനി നമ്മൾക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 2 മുട്ട ഉണ്ടല്ലോ, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു തോരനാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തരണം. പിന്നെ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഇവിടെ വരും, അതും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒന്ന് മൂടി വയ്ക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയുടെ പൊടിയാണ്. സാധാരണ കറിവേപ്പിലയും ചേർക്കാൻ ഞാനിപ്പോൾ പൊടി ഉള്ളത് കൊണ്ട് പൊടി ചേർക്കുന്നുള്ളൂ. എല്ലാം കൂടെ നല്ലോണം ഇളക്കി അത് ഡ്രൈ ആക്കി എടുക്കാം. ഇതിന് കുരുമുളക് ചേർക്കുന്നതിന് നല്ലൊരു ടേസ്റ്റ് തരും, നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇതാ നമ്മളുടെ ഇംഗ്ലീഷിൽ ബ്രെഡ് ഫ്രൂട്ട് എന്ന് പറയുന്ന കടച്ചക്ക മുട്ട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കോട്ടെ, നല്ല ഇഷ്ടമാവും. നല്ല ആരോഗ്യത്തിന് വളരെ നല്ലതാണിത്. നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നമ്മൾക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതാ നമ്മളുടെ കടച്ചക്ക മുട്ട തോരനോട് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ അമർത്തണം. പിന്നീട് വരുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ശോഭാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.